الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൽ ധാരാളം കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഏതൊക്കെ കർമ്മങ്ങൾ സ്വീകാര്യമാകുന്നുണ്ട്, ഏതൊക്കെ കർമ്മങ്ങൾ തള്ളിപ്പോകുന്നുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. പരമാവധി സൂക്ഷ്മതയോടുകൂടി നല്ല നിയ്യത്തോടുകൂടി കർമ്മങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക മാത്രമാണ് നമുക്ക് രക്ഷയുള്ളത്. അല്ലാഹു തആല നമ്മുടെ കർമ്മങ്ങളെയൊക്കെ നിയ്യത്ത് നന്നാക്കി സ്വീകരിക്കുമാറാകട്ടെ. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി രചിച്ച ഒരു ഗ്രന്ഥമാണ് വാജിബുനാ നഹ്വ മാ അമറനല്ലാഹു ബിഹി. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങളിൽ നമ്മുടെ ബാധ്യത എന്താണ് എന്ന ചെറിയൊരു റിസാലയിലുള്ള ഉള്ളടക്കം പറയാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ ആ കാര്യത്തോട് നമുക്കുള്ള 7 ബാധ്യതകളുണ്ട്. നമസ്കാരം ഒരു കൽപ്പനയാണ്, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യൽ ഒരു കൽപ്പനയാണ്, സക്കാത്ത് ഒരു കൽപ്പനയാണ്. ഇങ്ങനെ ധാരാളം കൽപ്പനകൾ ഖുർആനിലും നമുക്ക് വേണ്ട കൽപ്പനകൾ ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഒരു കൽപ്പന കിട്ടിയാൽ ഒരു സത്യവിശ്വാസി എന്തൊക്കെയാണ് ആ കൽപ്പനയുമായി നിർവഹിക്കേണ്ട ബാധ്യതകൾ എന്നാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു അബ്ദുൽ വഹാബ് ഇവിടെ ആ ഗ്രന്ഥത്തിലൂടെ പറയുന്നത്. ഒന്നാമത്തെ കാര്യം അൽ മർത്തബത്തുൽ ഊല അൽ ഇൽമു ബിഹി, അറിവ് നേടുക. നമ്മൾ ഇങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ സകാത്ത് കൊടുക്കണം, എന്താണ് തൗഹീദ്, എന്താണ് സുന്നത്ത്, എന്താണ് ബിദ്അത്ത്, ഇതിനെക്കുറിച്ചൊക്കെ അറിവ് നേടണം. അള്ളാഹു കൽപ്പിച്ച കാര്യത്തെക്കുറിച്ച് ശരിയായ അറിവ് നേടുക എന്നതാണ് ഒന്നാമത്തെ ഘട്ടമെന്നർത്ഥം. അള്ളാഹു തൗഹീദ് കൊണ്ട് കൽപ്പിക്കുന്നു, അള്ളാഹു ശിർക്കിനെ വിരോധിക്കുന്നു. അതുകൊണ്ട് എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക് എന്ന് പഠിക്കണം. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആകയാൽ അല്ലാഹുവല്ലാതെ യാതൊരു ആരാധനയ്ക്ക് യാതൊരു അർഹനുമില്ലെന്ന് നീ മനസ്സിലാക്കണം. അപ്പോൾ എന്തു മനസ്സിലാക്കണം? ആരാധന അല്ലാഹുവിന് മാത്രമാണെന്ന് മനസ്സിലാക്കണം. അതിൻ്റെ എല്ലാ വശങ്ങളും പഠിക്കൽ ആ ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വിശ്വാസത്തിൻ്റെ നന്നാക്കുന്നതിൻ്റെ ഭാഗമാണ്.
ഏലസ് കെട്ടുന്നവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശ്വാസത്തിൽ വിള്ളൽ വീഴ്ത്തുകയാണ് ചെയ്യുന്നത്. അള്ളാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം പറയുന്ന ആളുകൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വിശ്വാസത്തെയാണ് കേടുവരുത്തുന്നത്. അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്നവർ, മഖ്ബറയിൽ പോയി സ്വന്തം ആവശ്യങ്ങൾ ആ കബറാളിയോട് പറയുന്നവൻ, അവരൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് സ്വീകരിക്കാത്തവരും ആ അറിവിനൊത്ത് പ്രവർത്തിക്കാത്തവരുമാണ്. കച്ചവടത്തിൻ്റെ കാര്യമെടുത്താൽ വലിയ അറിവ് നമുക്കതിലാവശ്യമുണ്ട്. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, അള്ളാഹു കച്ചവടം ഹലാലാക്കിയിരിക്കുന്നു, പലിശ നിഷിദ്ധമായിരിക്കുന്നു. പലിശ 70 ജില്ലാനം ശാഖകൾ പലിശക്കുണ്ട്. ഓരോ തരത്തിലുള്ള പലിശയുമുണ്ട്. എല്ലാ പലിശയും പഠിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ പലിശയിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുക. കച്ചവടത്തിൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളും പഠിക്കുന്നവനാണ് ഹലാലായ മാർഗത്തിലൂടെ കച്ചവടം ചെയ്യാൻ സാധിക്കുക. ഇസ്ലാമിക കർമ്മശാസ്ത്രപ്രകാരം, ഫിഖ് പ്രകാരം കച്ചവടത്തിൻ്റെ അടിസ്ഥാനപരമായി അനുവദനീയമാണെങ്കിലും ചില പ്രത്യേക കാരണങ്ങളാൽ ചില ഇടപാടുകൾ ഹറാമാക്കി കണക്കാക്കപ്പെട്ടിരിക്കുന്നു. നമുക്കറിയാം, ഉദാഹരണത്തിന് മദ്യം വിൽക്കാൻ പാടില്ല, പന്നിമാംസം വിൽക്കാൻ പാടില്ല, ലഹരി പദാർത്ഥങ്ങൾ വിൽക്കാൻ പാടില്ല. ഒരു ശരിക്കറുക്കാത്ത ചത്ത മൃഗമാണെങ്കിൽ അതിനെ വിൽക്കാൻ പാടില്ല. അതേപോലെ നായ, പൂച്ച എന്നിവയുടെ കച്ചവടം മിക്ക പണ്ഡിതന്മാരും നിഷിദ്ധമാക്കിയിരിക്കുന്നു. ഒരു സ്വഹീഹായ ഹദീസിൽ പറയുന്നത്, അങ്ങനെയുള്ള വളർത്തുമൃഗങ്ങളെ വലിയ വിലക്കു വിൽക്കുന്നവർ ഓരോ ദിവസവും അവർക്ക് ഒരു പർവ്വത സമാനമായ അമൽ അവർക്ക് നഷ്ടപ്പെടുമെന്ന് ഹസനായ ഹദീസിൽ പറയുന്നുണ്ട്. അതേപോലെ ഒരു വസ്തുവിൻ്റെ തകരാറുകൾ മറച്ചു വെച്ച് വിൽക്കാൻ പാടില്ല. പലിശയുമായി ബന്ധപ്പെട്ട എല്ലാ കച്ചവടങ്ങളും, എല്ലാ ഇടപാടുകളും നിഷിദ്ധമാക്കി പ്രഖ്യാപിച്ചു. അതേപോലെ ഇഖ്തിക്കാർ അഥവാ പൂഴ്ത്തിവെപ്പ്, ജനങ്ങൾക്ക് അത്യാവശ്യമായ സാധനങ്ങൾ, ഭക്ഷണ സാധനങ്ങളാകട്ടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, ഇതൊക്കെ വില വർദ്ധിപ്പിക്കാൻ വേണ്ടി പൂഴ്ത്തിവെക്കുന്നത് അള്ളാഹു വിരോധിച്ച കാര്യമാണ്. കേവലം കേട്ടറിവുകളിൽ വിശ്വസിക്കാതെ പ്രമാണബദ്ധമായ അറിവ് വിശ്വാസത്തിൻ്റെ കാര്യത്തിലായാലും കർമ്മത്തിൻ്റെ കാര്യത്തിലായാലും ശേഖരിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന നമുക്ക് വന്നു കിട്ടിയാൽ അതിനെക്കുറിച്ച് സമ്പൂർണ്ണമായ ഒരു അറിവിലേക്ക് എത്താൻ വേണ്ടിയുള്ള പഠനം നമുക്ക് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, ആ കൽപ്പനയോട് ഇഷ്ടം വേണം, സ്നേഹം വേണം. അള്ളാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ അതിനെക്കുറിച്ച് അറിയുക എന്നത് മാത്രം പോരാ, മറിച്ച് ആ നിയമത്തെയും ആ കൽപ്പനയെയും ഹൃദയം കൊണ്ട് സ്നേഹിക്കാൻ സാധിക്കണം. അള്ളാഹുവിൻ്റെ നിയമങ്ങളെ വെറുക്കുന്നവർ എത്ര കർമ്മം ചെയ്താലും അള്ളാഹു അത് സ്വീകരിക്കുകയില്ല. ذَلِكَ بِأَنَّهُمْ كَرِهُوا مَا أَنزَلَ اللَّهُ فَأَحْبَطَ أَعْمَالَهُمْ. അതെന്തുകൊണ്ടെന്നാൽ അള്ളാഹു അവതരിപ്പിച്ചതിനെ അവർ വെറുത്തു കളഞ്ഞു. അപ്പോൾ അവരുടെ കർമ്മങ്ങളെ അവൻ നിഷ്ഫലമാക്കി തന്നു. കൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഞാൻ നമസ്കരിക്കുമായിരുന്നില്ല, നമസ്കാരം എനിക്ക് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ നമസ്കാരം പിന്നെ സ്വീകാര്യമാകാൻ സാധ്യതയില്ല. കാരണം എന്താ? അങ്ങനെ അള്ളാഹു ഇറക്കിയ ഒരു കൽപ്പനയെ വെറുക്കുന്നുവെങ്കിൽ, അതിനോട് ചെറിയൊരു അനിഷ്ടം കാണിക്കുന്നുവെങ്കിൽ അവൻ്റെ കർമ്മം നിഷ്ഫലമായി പോകും. അപ്പോൾ കർമ്മം നിഷ്ഫലമായി പോകുന്ന ഒരു കാര്യമാണ് കൽപ്പനയെ ധിക്കരിക്കുക എന്നത്. അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുമ്പോൾ നമുക്ക് ഉദ്ദേശിച്ച മാതിരി വീതം വെക്കുക, അള്ളാഹു പറഞ്ഞ കൽപ്പനയ്ക്ക് എതിരായി നിൽക്കുക, അല്ലെങ്കിൽ അള്ളാഹു ആ കൽപ്പന പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്കധികം സ്വത്ത് കിട്ടുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ എനിക്കിഷ്ടമായിരുന്നു, ഈ കൽപ്പന എനിക്കിഷ്ടമില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ അത് നിഷ്ഫലമായി പോകാൻ കാരണമുണ്ട്. അള്ളാഹു അവതരിപ്പിച്ച നിയമങ്ങളോട് ഒരിക്കലും വെറുപ്പ് തോന്നാൻ പാടില്ല. നിയമങ്ങൾ പാലിക്കുന്നത് ഒരു ഭാരമായി കാണാൻ പാടില്ല. ആ നിയമങ്ങളെ ഒരു അനുഗ്രഹമായി കാണണം. കാരണം എന്താ? സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. നരകത്തിൽ നിന്ന് അകറ്റുന്ന എല്ലാ വിരോധങ്ങളും അള്ളാഹു തആല പറഞ്ഞു തന്നിരിക്കുന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കി അള്ളാഹു കൽപ്പിച്ചുവോ അത് ആത്യന്തികമായി ഒരു വ്യക്തിക്കാണെങ്കിലും കുടുംബത്തിനാണെങ്കിലും സമൂഹത്തിനാണെങ്കിലും രാഷ്ട്രത്തിനാണെങ്കിലും ഗുണമുള്ളതേ അള്ളാഹു തആല കൽപ്പിക്കുകയുള്ളൂ. ദോഷമുള്ളതൊക്കെ വിരോധിക്കുകയും ചെയ്യും. ഒരു രോഗി കയ്പുള്ള മരുന്ന് കുടിക്കുന്നത്
എന്തുകൊണ്ടാം? അതിൻ്റെ ഗുണം ഓർത്ത്. അതേപോലെ അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്നത് എന്തിനാം? അതിൻ്റെ ഗുണം ഓർത്തായിരിക്കണം. ആ ഗുണം ഓർത്ത് അതിനോടൊരു ഇഷ്ടമുണ്ടായിരിക്കുക എന്നതാണ് രണ്ടാമത്തെ കാര്യം. ഒന്ന് അറിവ്, രണ്ട് കൽപ്പനകളോടുള്ള ഇഷ്ടം, സ്നേഹം, മഹബത്തുണ്ടായിരിക്കുക എന്നത്. മൂന്നാമത്തെ കാര്യം അൽ-അസ്മു അലൽ ഫിഅൽ, ദൃഢനിശ്ചയമുണ്ടായിരിക്കുക. അറിവും സ്നേഹവും ഒരു കൽപ്പനയോടുണ്ടായിട്ട് കാര്യമില്ല, മറിച്ച് അത് പ്രവർത്തിക്കാനുള്ള ഉറച്ച തീരുമാനം കൂടി വേണം. ഈ തീരുമാനം കൂടി കൂട്ടിച്ചേർക്കണം. എനിക്ക് ആ കൽപ്പന വളരെ ഇഷ്ടമാണ്, എനിക്ക് ആ കൽപ്പനയെക്കുറിച്ച് അറിവുണ്ട്, പക്ഷേ ഞാനത് പ്രവർത്തിക്കുന്നില്ലെങ്കിൽ ഞാൻ നഷ്ടക്കാരനായിത്തീരും. മിക്കവാറും അറിവ് നേടുക എന്നത് ഇഷ്ടപ്പെടുകയും എന്നാൽ പ്രായോഗികമാക്കാൻ തീരുമാനമെടുക്കുകയുമില്ല. ഭൗതികമായ നഷ്ടങ്ങളോ ലോകരുടെ പരിഹാസമോ ഭയന്ന്, ഭൗതികമായ നഷ്ടങ്ങളോ ലോകരുടെ പരിഹാസമോ ഭയന്ന് ആ നിയമത്തെ സ്വീകരിക്കാതിരിക്കുക എന്നത് ശരിയല്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താടി വെക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്. ആ താടിയുടെ കാര്യത്തിൽ അറിവ് നേടി. താടി വെക്കുന്നത് ഇഷ്ടവുമാണ്, എന്നാൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുന്നില്ല. ആളുകൾ ചോദിക്കും, ആ താടിയിൽ ചൊറിയും, അല്ലെങ്കിൽ എന്തെങ്കിലും പരിഹാസം വരും എന്ന് നീ ഒരു താടിക്കാരൻ, നിന്നെ എനിക്കറിയാമെന്നൊരാൾ പറഞ്ഞാൽ അതോടുകൂടി താഴ്ന്നു പോകുന്നൊരവസ്ഥയിലേക്ക് എത്തുമോ എന്ന ഭയം കൊണ്ട് ചില കൽപ്പനകളൊന്നും പാലിക്കുകയില്ല. ഈ പാലിക്കുക എന്ന ദൃഢനിശ്ചയത്തിലേക്ക് എത്തുന്നവനാണ് അറിവ് ശേഖരിക്കേണ്ടതും കൽപ്പനകളെ സ്നേഹിക്കേണ്ടതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തൊരു അഅറാബി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് സ്വർഗത്തിൽ പോകാൻ ചെയ്യേണ്ടത്? ലാ ഇലാഹ ഇല്ലല്ലാഹുവിൽ വിശ്വസിക്കണം, മുഹമ്മദ് നബിയെ പ്രവാചകനായി അംഗീകരിക്കണം, 5 നേരം നിസ്കരിക്കണം, അതേപോലെ സക്കാത്ത് കൊടുക്കണം, നോമ്പ് നോൽക്കണം. ഈ കാര്യങ്ങൾ പറഞ്ഞ് ആ അറാബിയോട് പറഞ്ഞു, ഇത് ചെയ്താൽ മതി, എന്നാൽ എനിക്ക് സ്വർഗത്തിൽ പോകാൻ സാധിക്കുമോ? പോകാൻ സാധിക്കും. അപ്പോൾ ഇനി ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ലെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? അദ്ദേഹത്തെ നോക്കൂ, അദ്ദേഹം സ്വർഗാവകാശിയാണ് എന്നാണ് പറഞ്ഞത്. കിട്ടിയ അറിവിൽ ഉറച്ചു നിന്നത് മാത്രമാണ് ആ ഒരു അറാബിയുടെ ക്വാളിറ്റിയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൂടുതൽ ഭയപ്പെടുത്തിയ ഒരായത്തുണ്ട്, ഫസ്തഖിം കമാ ഉമിർത വമൻ താബ മഅക വലാ തത്ഗൗ ഇന്നഹു ബിമാ തഅമലൂന ബസീർ. ആകയാൽ നീ കൽപ്പിക്കപ്പെട്ടതുപോലെ നീയും നിന്നോടൊപ്പം അള്ളാഹുവിങ്കലേക്ക് മടങ്ങിയവരും നേർമാർഗത്തിൽ നിലകൊള്ളുക. നിങ്ങൾ അതിരിവിട്ട് പ്രവർത്തിക്കരുത്, തീർച്ചയായും അവൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം കണ്ടറിയുന്നവനാണ്. അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ആ അറിവിനെ നടപ്പിലാക്കുമ്പോൾ വല്ലാത്ത ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് ലഭിക്കുക. നേർമാർഗത്തിൽ അതുകൊണ്ട് ഉറച്ചു നിൽക്കാനും സാധിക്കും. മക്കയിലെ ഖുറൈശികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ വെച്ചു, അധികാരം വെച്ചു. ഈ മക്കയുടെ അധികാരം മുഹമ്മദേ നിനക്ക് തരാം എന്നാണ് പറഞ്ഞത്. ഇവിടെയുള്ള സമ്പത്ത് മുഴുവൻ എത്രയാണ് വേണ്ടത് അത്രയും ചോദിക്കാം, എന്ത് ചെയ്താൽ മതി? അള്ളാഹു മാത്രമാണ് ഏകാരാധ്യൻ. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന വാക്കുച്ചരിക്കരുത്, അത് പ്രചരിപ്പിക്കരുത് എന്നാണ് പറഞ്ഞത്. ഇനി ഏറ്റവും നല്ല പെണ്ണ് ആര് കല്യാണം കഴിച്ച സ്ത്രീയാണെങ്കിലും ഏറ്റവും സൗന്ദര്യവതിയായി നിനക്ക് തോന്നുന്ന പെണ്ണിനെ അവരിൽ നിന്ന് വിവാഹമോചനം ചെയ്ത് നിനക്ക് കെട്ടിച്ചു തരാം എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൃഢനിശ്ചയം എത്രത്തോളം കരുത്തുള്ളതായിരുന്നു! എൻ്റെ വലതുകൈയിൽ സൂര്യനെയും എൻ്റെ ഇടതുകൈയിൽ ചന്ദ്രനെയും വെച്ച് തന്നാലും ഈ ദൗത്യത്തിൽ നിന്ന്, ഈ ലക്ഷ്യത്തിൽ നിന്ന് ഞാൻ പിന്നോട്ട് പോവുകയില്ലെന്ന് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പ്രായോഗികമായ നിർദ്ദേശം ഇതിനെക്കുറിച്ച് പറയാനുള്ളത്, നാളെ ചെയ്യാമെന്ന ആലസ്യം ഒഴിവാക്കുക. ഒരു നന്മ മനസ്സിലായാൽ, ആ കൽപ്പന ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, അതിന് സാഹചര്യം ഒത്തുവന്നാൽ ഇപ്പോഴാണ് അത് ചെയ്യേണ്ടത്. ഒരു നന്മ മനസ്സിൽ വന്നാൽ ഉടനെ നടപ്പിലാക്കാൻ ശ്രമിക്കണം. അപ്പോൾ മൂന്നാമത്തെ കാര്യം, അത് ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന ഉറച്ച തീരുമാനമുണ്ടായിരിക്കണം. ഇനി നാലാമത്തെ കാര്യം അമൽ, പ്രവർത്തിക്കണം. ഏത് കർമ്മവും തീരുമാനിച്ചാൽ പോരാ, ഉറപ്പിച്ച് തീരുമാനിച്ചാൽ പ്രവർത്തിക്കണം. 1 അറിവ് നേടുക, 2 സ്നേഹമുണ്ടായിരിക്കുക, 3 അത് ചെയ്യുമെന്ന് തീരുമാനിക്കുക, 4 പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരിക. അള്ളാഹുവിനോടുള്ള കൽപ്പനകളോടുള്ള കടമയാണ് ആ കാര്യം പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഒത്തുവന്നാൽ പ്രവർത്തിക്കുക എന്നത്. ഭൂരിഭാഗം ആളുകളും ഒരു കാര്യം ചെയ്യാൻ ദൃഢനിശ്ചയം എടുക്കുകയോ അല്ലെങ്കിൽ പ്രവർത്തിച്ചു തുടങ്ങുകയോ ചെയ്താൽ താൻ ബഹുമാനിക്കുന്ന ശൈഖുമാരോ മറ്റുള്ളവരോ എതിർക്കുന്ന കാര്യമാണെങ്കിൽ അത് പിന്നെ ഉപേക്ഷിക്കും.
അങ്ങനെയല്ല. അല്ലാഹു തആല കൽപ്പിച്ച ഒരു കാര്യമാണെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ച ഒരു കാര്യമാണെങ്കിൽ അതിൽ നിന്ന് പുറകോട്ട് പോരാൻ നമുക്ക് പാടില്ല. വല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി ഉലൈക അസ്ഹാബുൽ ജന്നതി ഹും ഫീഹാ ഖാലിദൂൻ. ആരെങ്കിലും വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്താൽ ഉലൈക അസ്ഹാബുൽ ജന്ന, അവർ സ്വർഗത്തിൻ്റെ ആളുകളാണ്. ഹും ഫീഹാ ഖാലിദൂൻ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. അപ്പോൾ പ്രവർത്തനത്തിൽ കൊണ്ടുവരിക എന്നത് ഇൽമിനോട് ചെയ്യുന്ന, കൽപ്പനയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ആദരവാണ്. ആ ആദരവിനെ സ്വീകരിക്കാൻ പറ്റണം. അഞ്ചാമത്തെ കാര്യം എന്താണ്? അൽ ഇഖ്ലാസു വസ്സവാബ്, നിഷ്കളങ്കതയും കൃത്യതയും. ഇന്ന കസീറൻ മിമ്മൻ ആമില, കുറേ ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ലാ യഖഉ ഖാലിസൻ ഫഇൻ വഖഅ ഖാലിസൻ വലം യഖഉ സവാബൻ. ഇഖ്ലാസ് ഇല്ലാതെയാണ് പലരും പ്രവർത്തിക്കുന്നത്. ഇനി ഇഖ്ലാസ് ഉള്ളവർക്ക് തന്നെ അത് കൃത്യമായി നിർവഹിക്കാൻ അറിയുകയുമില്ല. പ്രവർത്തിക്കുന്നവരിൽ പലരുടെയും കർമ്മങ്ങൾ നിഷ്കളങ്കമായി ഇഖ്ലാസ് സംഭവിക്കുന്നില്ല. ഇനി നിഷ്കളങ്കമാണെങ്കിൽ തന്നെ അത് കൃത്യമായ ശരീഅത്ത് നിയമം അനുസരിച്ച രീതിയിലാകണമെന്നില്ല. നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടാനുള്ള 2 തൂണുകളാണ് ഇബാറത്തിൽ പറയുന്നത്. ഒന്ന് ഇഖ്ലാസ്, നാം ചെയ്യുന്ന കാര്യം അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചായിരിക്കണം. പ്രശസ്തി ഉദ്ദേശിക്കാൻ പാടില്ല, ആളുകളുടെ പ്രീതി ഉദ്ദേശിക്കാൻ പാടില്ല, ലക്ഷ്യമാക്കാൻ പാടില്ല. അല്ലെങ്കിൽ ഭൗതികമായ സ്ഥാനങ്ങൾ ലഭിക്കാൻ വേണ്ടി അതിലേക്കുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. സമ്പൂർണമായി അള്ളാഹു കാണുന്നുണ്ട്, അറിയുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. ഇതിന് അള്ളാഹു പ്രതിഫലം തരും. അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം എനിക്ക് ലഭിച്ചാൽ മതി എന്നുള്ള വികാരം, ചിന്ത, അതിനനുഗുണമായ പ്രവർത്തനം, അതിനാണ് ഇഖ്ലാസ് എന്ന് പറയുക. രണ്ടാമത്തെ തുണേതാം സവാബ്. സവാബ് എന്ന് പറഞ്ഞാൽ ശരിയായ രീതി. ആ കർമ്മം പ്രവാചകൻ കാണിച്ചു തന്ന മാതൃകയിലായിരിക്കണം. നമസ്കരിക്കേണ്ടത് സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണം. നിങ്ങൾ ഹജ്ജ് ചെയ്യുമ്പോൾ ഞാൻ ഹജ്ജ് ചെയ്തതുപോലെ ഹജ്ജ് ചെയ്യണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത ഒരു പുതിയ കാര്യം ദീനിൽ കൂട്ടിക്കടത്തിയാൽ അതിന് ബിദ്അത്ത് എന്ന് പറയും. അത് തള്ളപ്പെടും. ആ പ്രവർത്തനത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. അവർക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ നിന്ന് ഹൗദിലെ വെള്ളം കുടിക്കാൻ സാധിക്കുകയില്ല. ഒരാൾക്ക് അയക്കുന്ന കത്ത് പോലെയാണ്. ഇഖ്ലാസാണ് ശരിയായ വിലാസം. ആ വിലാസമുണ്ടെങ്കിലേ അത് എത്തേണ്ടടുത്ത് എത്തുകയുള്ളൂ. ആ എഴുത്തിൻ്റെ സ്ട്രക്ചറാണ് സ്വവാബ്. അതേപോലെ പ്രവർത്തനത്തിൻ്റെ രൂപമാണ് സ്വവാബ്. അതേപോലെ അത് ആരിലേക്ക് എത്തണമെന്ന് നിർണയിച്ച് അള്ളാഹുവിലേക്ക് മാത്രം എത്തണമെന്ന് ചിന്തിക്കുന്നതിനെയാണ് ഇഖ്ലാസ് എന്ന് പറയുന്നത്. ഓരോ കർമ്മത്തിന് ശേഷവും ഇത് ഞാൻ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയാണോ ചെയ്തത് എന്ന ഒരു ചോദ്യവും, റബ്ബനാ തഖബ്ബൽ മിന്നാ, അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ എന്നൊരു പ്രാർത്ഥനയും വേണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതിയിലാണോ എന്ന് സ്വയം ചോദിക്കുകയും, അല്ലെങ്കിൽ അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ പ്രവർത്തനത്തിനോട് ചേർന്ന പ്രവർത്തനമായി മാറാൻ അടുത്ത തവണ പ്രയത്നിക്കുകയും ചെയ്യണം. പ്രവാചകചര്യയെക്കുറിച്ച് കൂടുതൽ പഠിക്കണം. നാം കാലങ്ങളായി ചെയ്തു പോരുന്ന ഒരു കാര്യം പ്രവാചകചര്യയ്ക്ക് വിരുദ്ധമാണെന്ന് കണ്ടാൽ അത് തിരുത്താൻ തയ്യാറാകണം. ഇനിയോ കൽപ്പനകളോടുള്ള 6ാമത്തെ ബാധ്യത, കർമ്മം പാഴാക്കാതിരിക്കുക. കർമ്മം ധാരാളം ശേഖരിക്കാം, പക്ഷെ ആ ശേഖരിക്കുന്നിടത്തല്ല പ്രശ്നം, അത് നഷ്ടപ്പെട്ടു പോകരുത്. അത് ചില കള്ളന്മാർ കൊണ്ടുപോകും നമ്മുടെ കർമ്മങ്ങളെ. ആ കള്ളന്മാർക്ക് അത് വിട്ടുകൊടുക്കാതിരിക്കുക, അതാണ് വേണ്ടത്. തഹ്ദീറു മിനൽ ഹുബൂത്ത്, കർമ്മങ്ങൾ നഷ്ടപ്പെടുന്നവരെ പ്രവർത്തനം ചെയ്യാതിരിക്കുക. കർമ്മത്തെ പാഴാക്കി കളയുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിനെ തൊട്ടുള്ള ഒരു ജാഗ്രത നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ അടുക്കൽ നാം ചെയ്ത നന്മകൾ സ്വീകരിക്കപ്പെട്ടാലും പിന്നീട് നമ്മിൽ നിന്നുണ്ടാകുന്ന ചില പിഴവുകൾ കാരണം അത് അസാധുവാക്കപ്പെടാൻ കാരണമാകും. നമ്മൾ നമസ്കാരം സ്വീകരിച്ചു, ഹജ്ജ് സ്വീകരിച്ചു, റമദാൻ മാസത്തിലെ നോമ്പ് സ്വീകരിച്ചു, സക്കാത്ത് സ്വീകരിച്ചു, എന്ത് സ്വീകരിക്കപ്പെട്ടാലും വേറെ എന്തെങ്കിലും തിന്മ ചെയ്താൽ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നൊരു ജാഗ്രത നമുക്ക് വേണം. അന്തഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകും. നിങ്ങളറിയാതെ തന്നെ നിങ്ങൾ കർമ്മ
കർമ്മങ്ങൾ പാഴായി പോകും. എങ്ങനെയൊക്കെയാണ് കർമ്മങ്ങൾ പാഴായി പോവുക എന്ന് മനസ്സിലാക്കണം. ഒരു ടാങ്ക് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് വെള്ളം പൈപ്പിലൂടെ ചോർന്നു പോകുന്നുണ്ടെങ്കിൽ പൈപ്പ് മണ്ണിനടിയിൽ എവിടെ പൊട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലായാൽ അവിടെ ശരിയാക്കുന്നതോടുകൂടി ആ ടാങ്കിൽ വീണ്ടും വെള്ളം നിറയാനും ആ വെള്ളം പാഴായി പോകാതിരിക്കാനും കാരണമാകും. എങ്ങനെയാണ് കർമ്മം പാഴായി പോകുക? ഒന്ന്, അഹങ്കാര നിമിത്തം, ലോകമാന്യത നിമിത്തം ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അതിൽ അഭിമാനം കൊള്ള ഒഴിവുണ്ടാകാം, അതിലൊരു ഒഴിവുണ്ടാകുക, അത് മറ്റുള്ളവരുടെ മുന്നിൽ വെളിപ്പെടുന്നതും ആ നന്മയുടെ പ്രതിഫലം ഇല്ലാതാകും. നാലാൾ നമ്മൾ ചെയ്തത് അറിഞ്ഞു എന്ന് നമ്മൾ അറിയുമ്പോഴേക്ക് എന്തായാലും അവരൊക്കെ അറിഞ്ഞല്ലോ എന്ന് വിചാരിക്കുമ്പോൾ ആ കർമ്മത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അള്ളാഹു അറിഞ്ഞാൽ മതി, അള്ളാഹു വിലയിരുത്തിയാൽ മതി, അള്ളാഹു തആല പ്രതിഫലം തന്നാൽ മതി. രണ്ടാമത്തെ കാര്യം, കർമ്മം നഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കാര്യം, ദാനധർമ്മങ്ങൾ നൽകിയതിന് ശേഷം അത് എടുത്തു പറയാം. ആ ദാനധർമ്മം കൊടുത്ത ആളുകൾ ആർക്കാണോ ലഭിച്ചത് അവരെക്കുറിച്ച് മോശമായി പറയുക, അവരെ ഉപദ്രവിക്കുക. ഞാൻ അങ്ങനെ ചെയ്തു തന്നില്ലേ, ഇങ്ങനെ ചെയ്തു തന്നില്ലേ. കുട്ടികളോട്, നമ്മുടെ സ്വന്തം മക്കളോടായാലും ജ്യേഷ്ഠനോടായാലും അനുജനോടായാലും അയൽപ്പക്കക്കാരോടായാലും നമ്മളെ വാർഡിലെ മെമ്പർ, നമ്മുടെ വാർഡിലെ ഒരു സാധാരണക്കാരനോടായാലും ഇങ്ങനെ ചെയ്തു തന്നില്ലേ എന്ന് പറയുന്നത് ആ ചെയ്തു കൊടുത്ത സേവനത്തിൻ്റെ പ്രതിഫലം നഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ന് ചിന്തിക്കണം. ഒരാളെ നാവ് കൊണ്ട് ഉപദ്രവിച്ചാൽ, കൈ കൊണ്ട് ഉപദ്രവിച്ചാൽ, ഒരാളെ വേറെ എന്തെങ്കിലും നിലക്ക് ഉപദ്രവിച്ചാൽ അയാളിലേക്ക് നമ്മുടെ നന്മകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെടും, അങ്ങോട്ട് പോകും. അതേപോലെ ഒരാളെ നിരന്തരം ഉപദ്രവിച്ചാൽ നമ്മുടെ നന്മയൊക്കെ അയാൾക്ക് എടുത്തു കൊടുത്തതിന് ശേഷം വീണ്ടും കൊടുക്കാൻ നന്മയില്ലെങ്കിൽ അയാളുടെ തിന്മ ഇങ്ങോട്ട് തിരിച്ചു വരും. അപ്പോൾ ചെയ്ത നന്മകളെക്കുറിച്ചുള്ള മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാതിരിക്കുക എന്നത് ആ നന്മയുടെ പ്രതിഫലത്തെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. രണ്ട്, കർമ്മങ്ങൾ പാഴായി പോകാതിരിക്കാൻ ധാരാളം ഇസ്തിഗ്ഫാർ നടത്തുക, രഹസ്യമായി നന്മകൾ ചെയ്യുക, നന്മകളെ സംരക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. നന്മ ചോർന്നു പോയാൽ നാളെ പരലോകത്ത് ഹിസാബിൻ്റെ ആ സ്ഥലത്ത് കിട്ടുന്ന കിതാബിലോ മീസാനിലോ നന്മയുടെ ഖനമോ രേഖപ്പെടുത്തലോ ഇല്ലാതായി പോയാൽ നമുക്ക് വലിയ നഷ്ടമാണ് വരുന്നത്. അപ്പോൾ അള്ളാഹു കൽപ്പിച്ച കാര്യത്തോട് ഒന്ന് അറിവ്, രണ്ട് അതിനോടുള്ള സ്നേഹം, മൂന്ന് അത് ചെയ്യണമെന്ന തീരുമാനം, നാല് അതിലുള്ള പ്രവർത്തനം, അഞ്ച് ആ പ്രവർത്തനങ്ങൾ പാഴായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക, ആറ് ഇഖ്ലാസ്, സ്വവാബ് എന്നിവ ഉണ്ടായിരിക്കുക. ഈ ആറ് കാര്യങ്ങൾ അള്ളാഹു ഏത് കൽപ്പന കൽപ്പിച്ചാലും അതിലുണ്ടായിരിക്കണം. ഏഴാമത്തെ ഒരു കാര്യം കൂടി നമുക്ക് പറയാനുണ്ട്. ആ യഥാർത്ഥത്തിൽ അത് സ്ഥിരത നേടുക എന്നുള്ളതാണ്. ഒരു കർമ്മം എപ്പോഴെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല. അസ്തബാത്തു അലൈഹി, സത്യം അറിഞ്ഞു, അതിഷ്ടപ്പെട്ടു, പ്രവർത്തിക്കാൻ തീരുമാനിച്ചു, പ്രാവർത്തികമാക്കി, ഇഖ്ലാസ് ഉണ്ടായിരുന്നു, സുന്നത്തിന് അനുയോജ്യമായിരുന്നു, അങ്ങനെ മുന്നോട്ട് പോകുന്ന ആ കാര്യം മരണം വരെ തുടരാൻ നമുക്ക് സാധിക്കണം. മരണം വരെ തുടരാൻ, അത് നിരന്തരം കൊണ്ടുപോകാൻ സാധിക്കണം. നബീന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമൽ, പ്രവർത്തനം, അത് കുറവാണെങ്കിലും, അത് കുറവാണെങ്കിലും സ്ഥിരമായി ചെയ്യുക. 2 റക്അത്ത് ദുഹാ നമസ്കരിക്കലുണ്ട്, സ്ഥിരമായി ചെയ്യുക. അതേപോലെ 3 റക്അത്ത് വിത്ർ നമസ്കരിക്കലുണ്ട്, സ്ഥിരമായി ചെയ്യുക. സ്ഥിരമായി ചെയ്യുക എന്നത് ആ കർമ്മത്തോടുള്ള ഇഷ്ടത്തെയും സ്നേഹത്തെയും ആ കർമ്മം നിലനിർത്താനുള്ള ജാഗ്രതയെയും തഖ്വയെയും വർദ്ധിപ്പിക്കും. ദിവസവും 1 മണിക്കൂർ ഖുർആൻ ഓതാൻ തീരുമാനിക്കുന്നതിനേക്കാൾ ചിലപ്പോൾ 2 പേജ് ഓതാനാണ് സാധിക്കുക. ആ 2 പേജെങ്കിലും ഓതുക. ചില ആളുകളൊക്കെ അരമണിക്കൂർ സമയം കിട്ടണം എനിക്ക് ഖുർആൻ ഓതാൻ, അരമണിക്കൂർ ഇതുവരെ 5 വർഷമായിട്ട് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് 5 വർഷമായിട്ട് ഞാൻ ഖുർആൻ ഓതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നാൽ അയാൾക്ക് 2 പേജ് ഓതാൻ പ്രയാസമില്ലെങ്കിൽ 2-ൽ നിന്ന് തുടങ്ങുക തുടക്കത്തിൽ, പിന്നെ അത് 4-ലേക്കും പിന്നെ 6-ലേക്കും 8-ലേക്കും 8 പേജിലേക്കും മാറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ അത് നിലനിർത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുക. മനുഷ്യ ഹൃദയങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. കൽബ് എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ മാറി മറിയുന്നത് എന്നാണ്. കല്ലബ എന്ന് പറഞ്ഞാൽ മാറി മറിയുന്നത്. അപ്പോൾ കൽബ് എന്ന് പറയുമ്പോൾ മാറി മറിയും. ഇന്ന് കാണുന്ന ആവേശം നാളെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോടുള്ള നിരന്തരമായ പ്രാർത്ഥനയും ജാഗ്രതയും ഈ ഘട്ടത്തിൽ ആവശ്യമാണ്. യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് നിരന്തരമായി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. ഈ 7 നിബന്ധനകൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ, ഓരോ കൽപ്പനക്കും കൊണ്ടുവരുമ്പോൾ, ഓരോ കൽപ്പനയും നടപ്പിലാക്കുന്നതിന് എമ്പാടും പ്രതിഫലങ്ങൾ നമുക്ക് ലഭിക്കും.
ലഭിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം. ഇങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൽക്കർമ്മങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണം. കൽപ്പനകളോട് 7 നിബന്ധനകൾ പാലിക്കണം. ആർക്കാണ് ഈ 7 നിബന്ധനകൾ പാലിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അതൊരൊറ്റ വിഭാഗത്തിനേ സാധിക്കുകയുള്ളൂ. അവരാരാണ്? ജീവിതത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിന്നവർ. ഒരു തിന്മയും നാവ് കൊണ്ടാണെങ്കിലും കൈ കൊണ്ടാണെങ്കിലും കണ്ണുകൊണ്ടാണെങ്കിലും കാതുകൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിലും ഒരു തിന്മയും ചെയ്യാതെ ജീവിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് ഈ നിബന്ധനകളൊക്കെ കൃത്യമായി എളുപ്പത്തിൽ പാലിക്കാൻ സാധിക്കും. നമസ്കാരത്തിൻ്റെ കാര്യം പറയുമ്പോൾ അല്ലാഹു തആല പറയുന്നുണ്ട്, നമസ്കാരം ഭാരമാകാതിരിക്കുക ഖുശൂ ഉള്ളവർക്ക് മാത്രമാണ്. ഭയഭക്തിയുള്ളവർക്ക് നമസ്കാരം ഭാരമല്ല. നമുക്ക് നമസ്കാരം ഭാരമാണെങ്കിൽ നമ്മുടെ ഭയഭക്തി പൂർത്തിയായിട്ടില്ലെന്ന് വിചാരിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെയ്യുന്ന ഏത് തിന്മയാണോ ഇപ്പോൾ കൂടുതൽ ചെയ്യുന്നത്, ആ തിന്മയെ സ്റ്റോപ്പ് ചെയ്താൽ മാത്രം മതി നമ്മൾ ദീനിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് കരുത്ത് കിട്ടും. ദീനിൻ്റെ കാര്യങ്ങൾ സാന്ദർഭികമായി ചെയ്യാൻ, ആളുകളോട് നല്ല നിലക്ക് സംസാരിക്കാൻ, നമ്മളിപ്പോൾ കാണിക്കുന്ന നമ്മുടെ ദേഷ്യമുണ്ടല്ലോ, വീട്ടിലായാലും നാട്ടിലായാലും കൂട്ടുകാരോടായാലും, ആ ദേഷ്യം നിലനിൽക്കുന്നത് നമ്മൾ ചെയ്യുന്ന തിന്മയുടെ പരിണിതിയാണ് എന്ന് മനസ്സിലാക്കണം. രഹസ്യ ജീവിതം നന്നാക്കുന്നവർക്ക് മാത്രമേ അമലുസ്വാലിഹാത്തും ഈമാനും കൊണ്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അവർ മാത്രമാണ് സ്വർഗത്തിന് യോഗ്യരാവുക എന്ന് മനസ്സിലാക്കണം. കർമ്മങ്ങൾ ധാരാളം ചെയ്ത് ഹറാമായ കാര്യങ്ങൾ ഒറ്റക്കാവുമ്പോൾ ചെയ്യുന്നവർക്ക് തിഹാമ പർവ്വതം പോലെ കർമ്മങ്ങളുണ്ടെങ്കിലും അള്ളാഹു അവരുടെ മുന്നിൽ വെച്ച് ആ കർമ്മങ്ങളെ മുഴുവൻ പൊടിയാക്കി തീർക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹദീസിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രഹസ്യമായ ജീവിതത്തിൽ തിന്മകൾ ഒഴിവാക്കി മുന്നോട്ട് പോയാൽ ഈ കൽപ്പനകളോടുള്ള ഈ നിബന്ധനകളൊക്കെ പാലിച്ച് കൽപ്പനകൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല രഹസ്യ ജീവിതത്തിലെ മുഴുവൻ തിന്മകളിൽ നിന്നും നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഈമാനോടുകൂടി ഇഖ്ലാസോടുകൂടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിബന്ധനകളോടുകൂടി കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.